നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി തനിയെ നിന്ന് ചിരിക്കുന്നെ? സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നിന്റെ ഭർത്താവ് തിരിച്ചു വന്നതിന്റെ സന്തോഷമാണോ നിനക്ക്? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ഇതുപോലെ സന്തോഷിക്കാനുള്ള ഒരവസരം പോലും നീയും വിശാലും തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. നീയും അവനും രണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നില്ലേ? അങ്ങനെ കഴിഞ്ഞിരുന്ന വിശാല ഇപ്പൊ എന്തോ മനം മാറ്റം ഉണ്ടായതുപോലെ നിന്നെ സ്നേഹിക്കുന്നതും കല്യാണ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതും. ഇത്രയും നാള് നിന്നെ അകറ്റി നിർത്തിയിരുന്ന വിശാല് ഇപ്പൊ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ നിനക്ക് സ്വയം ഒരു മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ലേ പാർവതി? ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോ സ്നേഹിക്കുക, അല്ലാത്തപ്പോ സ്നേഹിക്കാതിരിക്കുക. അതിന് നീ എന്താ കളിപ്പാട്ടാണോ? അല്ല, നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ എനിക്ക് തോന്നിയ ചോദ്യങ്ങളാ ഇതൊക്കെ. അമ്മ ചിന്തിക്കുന്നത് പോലെ ഒരു മനസാക്ഷിക്കുത്തും എനിക്കില്ല. ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നു? ഞാനും വിശാൽ സാറും 2 സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്നവരാ. ഞങ്ങളുടെ സ്വഭാവ രീതികളും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോണൊന്നുമില്ല. അങ്ങനെ ഒരു മാനസിക ഐക്യത്തിന് കുറച്ച് കാലതാമസമൊക്കെ വരും. അത് എനിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ പരിഭവിക്കേണ്ടതോ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിശാലിന് നിന്നോടുള്ള അകൽച്ച പൂർണ്ണമായി മാറിയിട്ടുണ്ടോന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ ഇന്നും വിശാൽ സാറിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ മരണം വരെ വിശാൽ സാറിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടി എന്തോ സംസാരിച്ച് തീരുമാനിക്കുന്ന കേട്ടല്ലോ. അതെന്തായിരുന്നു? അമ്മേ, അതെന്തായിരുന്നു? പാറുനെ വിശാൽ സാറ് വിളിക്കുന്നു. വേഗം വാ, വരാൻ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി തരണേ. അല്ലേച്ചി, നമ്മൾ ഫോണിൽ എന്ത് സംസാരിക്കുന്ന കേട്ടെന്നാ അവളീ പറഞ്ഞിട്ട് പോയെ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇവളെന്തിനാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസം വിശാൽ സാറേ. അതുകൊണ്ടാ
പാറു രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്നേ. പിന്നെ പാറുവിന് ഇന്ന് തലതോർത്തി കൊടുത്തത് ആരാന്നറിയോ? ഇല്ല, ആരാ? ഞാനാ. ഒന്ന് പോടാ. ചുമ്മാ അല്ല അവളുടെ തലമുടിയിലെ ഈറം മാറാത്തത്. ഏയ് പാർവതി, 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 നിന്നെ. പാർവതി, നീ എന്താ ഈ കാണിക്കുന്നേ? കുളിച്ചു കഴിഞ്ഞാ നല്ലോണം തല തോർത്തണ്ടേ? ഇല്ലെങ്കിലേ നീര് താണ് ജലദോഷവും പനിയും പിടിക്കില്ലേ? ഞാൻ തോർത്തിയതാ. എന്ത് തോർത്തിയെന്ന്? ദേ മുടിയിൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്. നീ ഒന്നേ, ഞാൻ തോർത്തി തരാം. ആ, നീ വിശാൽ വാ, സാർ, വരാൻ. വേണ്ട, ഞാൻ തോർത്തിയതാ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വാ വാ, ഇവിടെ ഇരിക്ക. വേണ്ട സാർ, ഞാൻ തോർത്തിക്കോളാം. നീ അധികം വന്നേ. ആ, ഇങ്ങോട്ട് വേണ്ട കേട്ടോ, വേണ്ട സാർ, ഞാൻ തോർത്തിക്കോളാം. നീ തോർത്തിയാലൊന്നും ശരിയാവില്ല. ഞാൻ തോർത്തി തരാം. നീ ഇവിടെ അനങ്ങാതെ നിന്നാ മതി. ആ, മതി മതി വിശാൽ സാർ. ഏയ് ഇല്ല, നല്ലോണം തോർന്നിട്ടൊന്നുമില്ല. ആ, തോർന്നതൊക്കെ മതി. ദേ ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് നാണം വരും. എങ്ങനെ 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 നാണോ? ഉം. എവിടെ? ഞാൻ നോക്കട്ടെ. കണ്ടാൽ ഇവള് പഠിപ്പില്ലാത്തവളാണെങ്കിലും ഇവക്ക് ആവശ്യത്തിനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. ആളെന്തോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടല്ലോ. ആ, എന്താ ചിന്തിക്കുന്നേ? അതോ, അതിങ്ങനെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ കാണിച്ചു തരാം. കാണിച്ചു തരാന്നോ? അതെ, ഇന്ന് ഉദയന്നൂരമ്മയ്ക്ക് പൂജ ചെയ്യണം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെ, പൂജ ചെയ്യേണ്ടത് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയാ. ദേ വിട്ടെ, എനിക്ക് പോണം. ആ പിന്നെ ചെല്ല. സാർ വേഗം റെഡിയാവ്. താഴെ എല്ലാവരും റെഡിയായിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.